2026 കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാടെന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ 2026 DMKക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമോ? കാരണം അവിടെ പലതരത്തിലുമുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു പാർട്ടി, വിജയുടെ ഒരു പുതിയ പാർട്ടി അവിടെ വന്നിരിക്കുന്നു. അതുമാത്രമല്ല BJP, അണ്ണാ DMK ഒക്കെ തന്നെ ഏത് തരത്തിലായിരിക്കും 2026 തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ DMKക്ക് വളരെ വലിയൊരു നേട്ടമാണ് അവിടെ സ്വന്തമാക്കാൻ സാധിച്ചത്. അതായത് ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം. സഖ്യം ചേർന്നുകൊണ്ട് മത്സരിച്ചുകൊണ്ട് അവിടെ ഏകദേശം തൂത്തുവാരുന്ന തരത്തിലുള്ള നേട്ടമായിരുന്നു സീറ്റുകളുടെ കാര്യത്തിൽ അവർ നേടിയെടുത്തത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ നടത്തിയ ഒരു പുതിയ സർവേ റിസൾട്ടാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ, അതായത് 2025 ഈ ഒരു ഘട്ടത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു റിസൾട്ട് വരാൻ പോകുന്നത്? അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ, 2025 സംഭവിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള ഒരു മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു റിസൾട്ടാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് DMK കോൺഗ്രസ് സഖ്യം വീണ്ടും അധികാരത്തിൽ എത്തുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. അതായത് ഇപ്പോൾ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ ഈ പറയുന്ന DMK അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യത്തിന് തന്നെയായിരിക്കും വളരെ വലിയ നേട്ടമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ പ്രവചിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യം നേരത്തെ, അതായത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് 39 സീറ്റുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ 38 മുതൽ 39 സീറ്റുകൾ വരെ നേടാമെന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ആകെ 39 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 38 മുതൽ 39 സീറ്റുകളും അവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. NDAക്ക് 0, അണ്ണാ DMKക്കും 0 സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ വളരെ വലിയൊരു ട്വിസ്റ്റാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2024 ലോക്സഭയിൽ 18% വോട്ടായിരുന്നു NDAക്ക് ലഭിച്ചത്. 47% ഇന്ത്യ സഖ്യത്തിന്, 23% അണ്ണാ DMKക്കും ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ BJPക്ക് 3% വോട്ട് കൂടുമെന്നാണ് പറയുന്നത്. അതായത് 20% കടക്കുമെന്ന് പറയുന്നു, 21% എത്തുമെന്ന് പറയുന്നു. ഇന്ത്യ സഖ്യം 47 ആയിരുന്നത് 52% ആകുമെന്ന് പറയുന്നു. അണ്ണാ DMKക്ക് 23 നിന്നും 20% കുറയുമെന്ന് പറയുന്നു. അതായത് BJPക്ക് അവിടെ വോട്ട് ശതമാനം ഉയർത്താൻ സാധിക്കുന്നു, ഇന്ത്യ സഖ്യത്തിനും അവിടെ ഉയർത്താൻ സാധിക്കുന്നു. അണ്ണാ DMK പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് വോട്ട് ശതമാനത്തിൽ കാണുന്നത്. വോട്ട് ശതമാനത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റമാണ് അവിടെ കാണപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത്. 21% എത്തിയിരിക്കുന്നു തമിഴ്നാട്ടിൽ എന്നുള്ള കണക്കാണ് ഈ ഒരു രീതിയിൽ ഇപ്പോൾ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. 2025 ജനുവരി 2 ഫെബ്രുവരി 9 ഇടയിൽ ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ നടത്തിയ സർവേയിലാണ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 1,25,123 വ്യക്തികളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിലാണ് ഈ ഒരു റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ബ്ലോക്ക് 5% പോയിന്റ് വർദ്ധിച്ച് 52% ആകുമെന്ന് സർവേ പ്രവചിക്കുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ 18% വോട്ടുകൾ നേടിയ BJPയുടെ വിഹിതം നേരിയ തോതിൽ വർദ്ധിച്ച് 21% എത്തുമെന്നും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK പുറത്താക്കിയ BJPയുടെ മുൻ സഖ്യകക്ഷിയായ AIDMKയുടെ വോട്ട് വിഹിതം 23% നിന്നും 20% കുറയുമെന്ന് തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK 22 സീറ്റുകൾ നേടിയിരുന്നു. 9 സീറ്റുകൾ കോൺഗ്രസ് നേടി. ബാക്കിയുള്ളിടത്ത് ചെറിയ പാർട്ടികൾ നേടി. ഭാഗീയത മൂലം വലഞ്ഞ BJPക്കും AIADMKക്കും അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. നിലവിൽ ഈ ഒരു കണക്ക് പുറത്തു വരുമ്പോഴത്തേക്കും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ സഖ്യമാണ് ഏറ്റവും കൂടുതൽ അവിടെ ഒരു നേട്ടം BJPക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സർവേയിൽ പറയുന്നത്. അതായത് സഖ്യമാണ് BJPക്ക് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുകയാണെങ്കിൽ, അത് സഖ്യം ചേർന്ന് മത്സരിക്കുകയാണെങ്കിലാണ് ആ ഒരു നേട്ടം എന്നാണ് പറയുന്നത്. അതായത് നിലവിൽ വിജയ് കൂടെ ഒരു പാർട്ടിയുമായി അവിടെ മുന്നോട്ട് വന്നതിൽ പിന്നാലെ DMKക്കെതിരെ വളരെ വലിയ തോതിലുള്ള പ്രതിപക്ഷങ്ങൾ ഉയർന്നു വരികയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ BJPയും അണ്ണാ DMKയും വിജയുടെ പാർട്ടിയും ഒരുമിച്ച് കഴിഞ്ഞാൽ അവിടെ
ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ DMK-ക്ക് അത് വളരെ വലിയ ഒരു പ്രശ്നമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. കാരണം ഈ 3 പേരും ഒരുമിച്ച് നിന്ന് ഒരു മത്സരം അവിടെ നടന്നു കഴിഞ്ഞാൽ അത് DMK-യെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ DMK-ക്ക് തന്നെയാണ് മുൻതൂക്കമെന്നും അവിടെ ഈ പറയുന്ന തരത്തിൽ BJP-ക്ക് സീറ്റുകൾ നിയമസഭയിൽ പിടിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ അത് DMK-യെ തോൽപ്പിക്കുന്ന അളവിലോട്ടോ കാര്യങ്ങളൊന്നും പോകത്തില്ല. അവിടെ DMK-ക്ക് തന്നെയാണ് മുൻതൂക്കം. വിജയിയുടെ പാർട്ടിക്കായാൽ പോലും 2026 വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അതിൽ തന്നെ വ്യക്തമായി പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വിജയിയുടെ പാർട്ടിയും BJP-യും അതോടൊപ്പം തന്നെ അണ്ണാ DMK-യും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കാനായിട്ടുള്ള സാധ്യത 2026 തന്നെ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് DMK-യെ വിറപ്പിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു മത്സരം അവിടെ കാഴ്ചവെക്കാനായിട്ട് 3 പാർട്ടികളും ഒരുമിച്ച് നിന്നാൽ അവിടെ സാധ്യമാകുമെന്ന് തന്നെയാണ് ഈ ഒരു റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഒരു കാര്യത്തിൽ BJP-ക്ക് തമിഴ്നാട്ടിൽ ഒരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായി മാറുന്നു. അതായത് അണ്ണാ DMK-യെ മുഖ്യ പ്രതിപക്ഷത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അവിടെ BJP-ക്ക് മുന്നിലേക്ക് വരാനായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ ഒരു സർവേയിൽ തന്നെ വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് വോട്ട് വിഹിതത്തിൽ അണ്ണാ DMK-യെ മറികടന്നുകൊണ്ട് BJP മുന്നേറുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് അണ്ണാമലയെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് BJP-ക്ക് അവിടെ 20% വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. പക്ഷേ DMK അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ തോൽപ്പിക്കാനായിട്ട് അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സഖ്യം രൂപീകരിച്ചാൽ മാത്രമേ അവിടെ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിന് അണ്ണാ DMK-യും BJP-യും ഒരുമിക്കണം. അത് ആ കൂട്ടത്തിലേക്ക് വിജയ് കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും DMK-യെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ DMK-ക്ക് തന്നെയാണ് ഒരു മുൻതൂക്കം കാണുന്നത്. BJP-യും അണ്ണാ DMK-യും വിജയും വെവ്വേറെ നിന്നാണ് മത്സരിക്കുന്നതെങ്കിൽ അത് കൂടുതൽ DMK-ക്ക് ഫലപ്രദമായ നേട്ടമാകത്തേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.